Hello friends, welcome to 𝙬𝙗𝙗 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ന്യൂസ് അല്ല, ആക്ച്വലി ഒരു വീഡിയോ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിന്ന് ലൈവായിട്ട് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് നമുക്ക് എങ്ങനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ എനിക്ക് ഒരു 10,000 12 സംതിങ് ആയിട്ട് ഇപ്പോൾ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക കോയിൻസ് ഇല്ല ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ക്രെഡിറ്റ് ആവുമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ കുറേ പേർക്കുള്ള സംശയമുള്ളതാണ് നമുക്ക് എങ്ങനെ റിവാർഡ് പോയിന്റ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു നമ്മുടെ URL ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൊഫൈൽ കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അതുപോലെ തന്നെ ഗീവ് വീഡിയോ കാണാത്തവരും പങ്കെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാനും നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇത് കാണിച്ചു തരാം. അതുപോലെ തന്നെ പുതിയതായിട്ട് വൺ കാർഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടാനും നമുക്ക് റെഫറൽ ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാർഡ് പെട്ടെന്ന് അപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കാണുക. നമ്മുടെ ഈ പേജിൻ്റെ ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഒരു ഷോർട്സും പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുഡിൻ്റെ ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. ഞാൻ എന്തായാലും പേരിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ പേര് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലിസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പ് നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പ് തുറക്കാം. അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫിംഗർ പ്രിൻ്റ് കൊടുത്താലേ നമുക്ക് കയറുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹോം പേജിലേക്ക് ലോഡാവുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ ബ്ലർ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഓഫർ ആയിട്ടുള്ള സൊമാറ്റോയിൽ 30% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഹോം പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ഫാമിലി ഇതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു മൈ ഫാമിലി സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റ് മെനുവിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവൈലബിൾ പോയിന്റ്സ് 14,292 രൂപയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് പോയിന്റ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യൂസ് പോയിന്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് ഈ പോയിന്റ്സ് കൊണ്ട് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകളൊക്കെ കൂടെ കാണിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 500 പോയിന്റ് കൊടുത്ത് 50 രൂപ എടുക്കാം, അല്ലെങ്കിൽ 1000 പോയിന്റ് കൊടുത്ത് 100 രൂപ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ EMIs ഉണ്ടെങ്കിൽ EMI കാണിക്കും. ഇവിടെ കാണിക്കുന്നുണ്ടോ എൻ്റെ ഒരു EMI 1057 രൂപ EMI കാണിക്കുന്നുണ്ട്. നമുക്ക് പേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എമൗണ്ട്സ് ആയാലും നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ ചെയ്ത് 253 രൂപ അതിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലീഫ് മെഡിക്കൽസിൽ 114 രൂപ, ഇപ്പോൾ ബേക്കേഴ്സിൻ്റെ 191 രൂപ. ഇപ്പോൾ EMI വേറെ EMI ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നോർമൽ നമ്മുടെ പോലെ തന്നെ EMI പോലെ തന്നെ ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഇതുകൊണ്ട് റിഡീം ചെയ്യാം. അതിനെ നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് പിടിച്ച് തന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അത് പേ ആയിട്ട് നമുക്കിവിടെ കാണിച്ചു. നമ്മളെന്തായാലും കൈവച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിക്കാം ആ ബേക്കേഴ്സ് 199 രൂപ, കൺഗ്രാജുലേഷൻ ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ അസ് എന്നിട്ട് പെയ്ഡ് വിത്ത് പോയിന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് മെസ്സേജും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി ബാക്കിയുള്ള പോയിന്റ്സ് കൊണ്ടുള്ള ബാക്കിയുള്ള നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പോഴും എന്നിട്ട് നമുക്ക് EMI കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ EMI എമൗണ്ടും ഇത് വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് EMI എമൗണ്ട് അടയ്ക്കുന്നതും നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അടയ്ക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും സെയിം പോലെ തന്നെയാണ് സംഭവം അടയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി EMI പേയ്മെൻറ്റ്സ് എങ്ങനെ അടയ്ക്കാമെന്ന് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കാണാത്തൊരു പോയി കാണുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻസ് ഏതൊക്കെ നമ്മുടെ പോയിന്റ്സ് ഉണ്ടോ എത്ര പോയിന്റ്സ് നമുക്കുണ്ടോ അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് യൂസ് പോയിന്റ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്കതിൽ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമുക്ക് അത് വെച്ചുകൊണ്ട് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് അവർ തന്നെ കാണിച്ചു തരും. നമുക്ക് ഇനി 1775 രൂപ പോയിന്റ് കൂടി ഉണ്ട് ബാക്കി. അപ്പോൾ നമുക്ക് അതും നമുക്ക് അതിന് പറ്റിയ ട്രാൻസാക്ഷൻസ് ഫുള്ള് കാണിക്കാനുണ്ടോ. ഇപ്പോൾ എന്തായാലും വെച്ചാൽ 1775 രൂപ നമുക്ക് ഒരു 175 രൂപയാണ് 1775 കോയിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ പറ്റിയ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടു ഖാദി ഇതൊക്കെ. ഇപ്പോൾ 162 നമുക്ക് 162 രൂപ ഇത് വെച്ചിട്ട് പേ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് നമ്മൾ കുറേ പേര് കിട്ടുന്നത് നമ്മൾ റെഫറൽ ലിങ്കിൽ നിന്ന് നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന
സംഭവം കൊണ്ട് പോയിന്റ് ക്രെഡിറ്റ് ആവണമെന്നുണ്ട്. അപ്പോൾ ആക്ച്വലി പോയിന്റ് ക്രെഡിറ്റ് ആവാൻ നെക്സ്റ്റ് മന്ത് നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബില്ല് പേ ചെയ്തിട്ടാണ് ചിലതൊക്കെ ക്രെഡിറ്റ് ആവുക. ഇവിടെ കാണിക്കും ആക്ച്വലി നമ്മൾ റിവാർഡ് പോയിന്റ്സിൽ കാണിക്കും, പക്ഷെ അത് ക്രെഡിറ്റ് ആവണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഈ ബാക്കി ഒരു 635 രൂപ കൂടി ഉണ്ടോ, ചെറുവല്ല കോയിൻ കൂടി ഉണ്ട്. അത് നമുക്ക് 50 രൂപ ആയിട്ട് വേണമെങ്കിൽ നോർമലായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ കണ്ടോ. ഞാനത് വിളിച്ച് ചാർജ് കിട്ടും. അപ്പോൾ അത് നോർമലായിട്ട് 50 രൂപയായിട്ട് ക്രെഡിറ്റ് ആയി കണ്ടു. അത് നമ്മുടെ ക്യാഷിലേക്ക് നമ്മുടെ ട്രാൻസാക്ഷനിലേക്ക് വരും. ഞാൻ കാണിച്ചു തരാം ട്രാൻസാക്ഷനിലേക്ക്. അതാ ഇവിടെ കണ്ടോ. ഇപ്പോൾ പെയ്ഡ് വിത്ത് പോയിന്റ് 50 രൂപ, പെയ്ഡ് വിത്ത് പോയിന്റ് 200 രൂപ. അപ്പോൾ പെയ്ഡ് വിത്ത് പോയിന്റ് ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ആവണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ നേരത്തെ ഉണ്ടാകും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 13,000 സംതിങ് ആയിരുന്നപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് 12 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റീസെൻറ്റ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് 114 രൂപ, 50 രൂപ, 1057 രൂപ. ഇതൊക്കെ നമ്മൾ പോയിന്റ് വെച്ച് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾ കാർഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യട്ടെ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെയ്തതാണ്. ഇപ്പോൾ 283 രൂപ ഞാൻ പേ ചെയ്തു. എനിക്ക് അതിന് കിട്ടിയ പോയിന്റ്സാണ് ഇവിടെ 5 രൂപ കണ്ടു. ഇത് ആക്ച്വലി ക്രെഡിറ്റ് ആവുക നമ്മുടെ ടോട്ടൽ ലിമിറ്റിലേക്ക്, ടോട്ടൽ കോയിൻസിലേക്ക് ക്രെഡിറ്റ് ആവുക നമ്മുടെ നെക്സ്റ്റ് ബില്ലിംഗ് പീരീഡിലായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടായിരിക്കും അത് ക്രെഡിറ്റ് ആവുക. നോർമലി അടുത്ത ബില്ലിംഗ് പീരീഡിൽ നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ആവാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ എന്തായാലും എനിക്ക് ഈ പോയിന്റ്സ് വെച്ചിട്ടുള്ള ഈ എന്താ പറയുക റിവാർഡ് പോയിന്റ് സിസ്റ്റം ഞാൻ വേറെ ക്രെഡിറ്റ് കാർഡിലും കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കുറേ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഒരു 3-4 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ONECARD എടുത്തതിന് ശേഷം ഞാൻ ഫുള്ളി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ONECARD എന്താ വെച്ചാൽ ഈ പോയിന്റ് സിസ്റ്റത്തെ കൊണ്ടുള്ള മെയിൻ യൂസ് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ONECARD കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് EMI നമുക്ക് ആമസോണിലൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ATM ഫീച്ചേഴ്സ് ഇല്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ എന്നുവെച്ചാൽ കുറേ ഒരു കോൺസ് ഉണ്ട്. പക്ഷേ ഈ ഒരു റിവാർഡിൻ്റെ ഒരു മെയിൻ ക്യാഷ് സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് കൊണ്ട് തന്നെ കുറേ നമ്മുടെ EMI അടയ്ക്കാൻ പറ്റുന്നത്, നമ്മുടെ കുറേ എന്താ പറയുക കുറേ ട്രാൻസാക്ഷൻസ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സംഭവത്തിൽ ഇങ്ങനെയല്ല. ബാക്കിയുള്ള സംഭവത്തിൽ നമ്മൾ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിക്കാമെങ്കിൽ തന്നെ വേറെ എക്സ്ട്രാ കാശ് കൊടുക്കണം. എന്ന് വെച്ചാൽ റിവാർഡ് റിട്ടംഷൻ പോയിന്റ് വേറെ സംഭവം നമ്മൾ കൊടുക്കണം. ഇതിലതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്രെഡിറ്റ് കാർഡാണ്. ഈ ടൈമിൽ ഒരു ബെസ്റ്റ് സംഭവം എനിക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ കാർഡ് ഇതാണ്. എൻ്റെ കാർഡ് ഞാൻ ആക്ച്വലി ഇതാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡാണ്. ഇപ്പോൾ ചിലപ്പോൾ സൗത്ത് ബാങ്കിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന കാർഡിൽ ചിലപ്പോൾ ഇങ്ങനെ പേരൊന്നും വരില്ല. പക്ഷേ എനിക്ക് ആക്ച്വലി സൗത്ത് ബാങ്കിൻ്റെ പേര് അടക്കമായിട്ട് അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി എടുത്തിട്ട് എനിക്കൊരു 7 മാസം സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒരു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് മറക്കേണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവരും സപ്പോർട്ട് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിലും കാണാം കേട്ടോ. അപ്പോൾ ഷോർട്സാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അതുവരെ ബൈ.